ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ക്രിസ്പിയും സോഫ്റ്റും ആയിട്ടുള്ള അടിപൊളി പാലപ്പാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു അടിപൊളി മുട്ട റോസ്റ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇനി ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആരും കാണാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഇപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് പിള്ളേർ ക്ലാസ്സിനൊക്കെ പോകാനായി. ഇനി എല്ലാ വീട്ടമ്മമാർക്കും ഞൊടിയിടയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊന്നൊരു മുട്ട റോസ്റ്റും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് പാലപ്പം റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു സ്റ്റെയിനറിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടി, ഞാനിപ്പോൾ ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചെടുത്തിട്ടുള്ള പൊടിയാട്ടാം. അപ്പോൾ നമ്മളിതിലേക്ക് 2 കപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഓൾറെഡി അരിച്ചിട്ടാണ് നമ്മളിത് മാറ്റി വെക്കുന്നത്. ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് ചോറ് വേണം. അപ്പോൾ ഞാനിവിടെ തലേദിവസം നമുക്ക് ബാക്കി വന്നിട്ടുള്ള ചോറാട്ടോ. ഞാനിതാ ഒരു 1/4 കപ്പ്, അതിൻ്റെ മീതൊക്കെ കൂടി പോകാനേ പാടില്ല കേട്ടോ. 1/4 കപ്പ് ചോറും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി പോകാൻ പാടില്ല. ഇനി ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂണിലും താഴെയായിട്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റൊക്കെ നമുക്ക് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കടകളിലും കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഇല്ലാത്തവർക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതും കയ്യിലില്ലാത്തവർക്ക് ഡ്രൈ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ചൂടുവെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇതാ ഞങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്തെടുത്ത നമ്മുടെ ഗോതമ്പ് പൊടിയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മുറി തേങ്ങ നമ്മൾ പാലടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മളെടുത്ത ആ ഒരു കപ്പിൽ 2.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇനി ഇത് ഈ ഒരു സ്പൂൺ വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ജാറിൻ്റെ അടിയിൽ പറ്റിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അടിച്ച് കിട്ടുമ്പോൾ എല്ലാ വശവും ഒരുമിച്ചങ്ങ് അടിഞ്ഞ് കിട്ടണം. പിന്നെ ഞാനിതൊന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ സ്മൂത്തായിട്ട് തന്നെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത് കുറച്ച് തിക്കായിട്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ബബിൾസുകൾ കിട്ടണം. ഇനി ഞാനിതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത ആ ഒരു മിക്സിയുടെ ജാറിലേക്ക്
1/4 കപ്പിലും താഴായിട്ട് ഒരു 3-4 ടേബിൾ സ്പൂണ് ലൈറ്റ് ചൂടുവെള്ളം, വാം വാട്ടർ കേട്ടോ. ഇതൊന്ന് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ ആ ഒരു ഈസ്റ്റ് ഉണ്ടല്ലോ, ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മളിതിലേക്ക് അങ്ങ് ഒഴിക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ആ ഒരു ലൈറ്റ് ചൂടുവെള്ളം നമ്മളിതിലേക്ക് ഒഴിക്കുമ്പോഴാണ് നമ്മുടെ ആ ഈസ്റ്റ് നമുക്കൊന്ന് പെട്ടെന്ന് അങ്ങോട്ട് ആക്റ്റീവായി കിട്ടുള്ളൂ. കണ്ടില്ല, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ചെറിയ ചെറിയ ബബിൾസുകളായിട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ തന്നെ നമ്മുടെ പാലപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ദോശയ്ക്ക് ചെറിയൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോഴും ഗോതമ്പ് ദോശ ആയാലും പാലപ്പായാലും വെള്ളപ്പായാലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങ് കുഴഞ്ഞങ്ങിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ പച്ചരി വെച്ചിട്ടും പച്ചരിയുടെ പൊടി വെച്ചിട്ടൊക്കെ നമ്മൾ പാലപ്പായാലും വെള്ളപ്പായാലൊക്കെ റെഡിയാക്കി എടുക്കുന്നത്, ആ ഒരു സോഫ്റ്റും ആ ഒരു ചെറിയൊരു ക്രിസ്പിയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചേർക്കാം കേട്ടോ. ഇത് നമുക്ക് ഈ മാവ് അടിച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കിത് അടിച്ചെടുക്കാം. പക്ഷെ അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരഞ്ഞു പോകും. ഇതേപോലെ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് കുതിർക്കാനായിട്ട് നമ്മൾ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മാവ് നല്ല പോലെ അങ്ങ് സോഫ്റ്റായിട്ട് ക്രിസ്പി ആയിട്ടും കിട്ടും. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കാം. ഞാനിവിടെ 4 മുട്ട നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതേപോലെ അപ്പം ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ വളരെ കുറച്ച് പെരിഞ്ചീരകം, കൊണ്ട് ഉലുവ നല്ല പോലെ ഒന്ന് പൊട്ടി വരട്ടെ. നമ്മൾ ചതക്കിയെടുത്ത ഇഞ്ചി വെളുത്തുള്ളി, നാല് സവോളയാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മൂടി വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സവോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് 2 തക്കാളി, ചെറിയൊരു പൊടിയെ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഒന്നും കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് നമ്മുടെ തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടണം. അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കണ്ടില്ല, നല്ല പേസ്റ്റ് പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് നമ്മൾ അല്പം മുളക് പൊടി, വളരെ കുറച്ച് മതി. ഇതാ 1 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല, സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് 1/4 ടീസ്പൂണിലും താഴായിട്ട് മഞ്ഞൾപ്പൊടി, സ്പൂണിലും താഴായിട്ട് ഗരം മസാല. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂണിലും താഴായിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ ആ ഒരു മുട്ട റോസ്റ്റിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഇതാ 1/2 കപ്പ് തേങ്ങാപ്പാൽ അങ്ങ് ഒഴിക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു പൊടി നമ്മുടെ ആ ഒരു സവോളയിലൊക്കെ നല്ല പോലെ. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങി മാറ്റിയെടുത്ത നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കുക. നമ്മൾ എപ്പോഴും മുട്ട റോസ്റ്റ് റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളി നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല പോലെ സോഫ്റ്റാക്കി എടുക്കുക. ഇനി നമുക്കിതാ ഇതേപോലെ മുട്ട ഞാനിതേപോലെ നടുകൊന്ന് സൈഡൊക്കെ ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ആ ഒരു എരിവൊന്ന് നമ്മുടെ ആ ഒരു മുട്ടയിലേക്കൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും മതി. ഇനി നമുക്ക് നമ്മുടെ പാലപ്പം റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ മുട്ട റോസ്റ്റ് റെഡിയാക്കിയതിന് ശേഷം ഞാൻ നല്ല പോലെ നമ്മുടെ മാവ് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ റവ ചേർത്ത് കൊടുത്തതല്ലേ, അപ്പോൾ ചെറിയ കട്ടകളായിട്ടാണ് ഇതിൽ കിടന്നിരുന്നത്. അപ്പോൾ ഞാനിതാ ഒരു തവി വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കട്ടകളൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാലപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളപ്പച്ചട്ടിയിലെല്ലാം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിവിടെ മുട്ട റോസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുള്ള നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചീനച്ചട്ടിയിലാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് വലുപ്പത്തിൽ അങ്ങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഞാനിതിലേക്ക് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ചട്ടി നല്ല പോലെ ചൂടാക്കിയതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഒന്ന് മൂടി വെക്കാം. ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയത്തിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇതാ നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? നമുക്കിത് എടുത്തു മാറ്റാം. ഇനി നമുക്ക് അടുത്തതും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തലേദിവസമൊക്കെ ബാക്കി വന്നിട്ടുള്ള ചോറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അങ്ങ് റെഡിയാക്കി എടുക്കാം. കാരണം ചോറ് നാശമായി പോവുകയില്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. പിള്ളേരൊക്കെ നല്ല പോലെ കഴിക്കും. ഒട്ടുമിക്ക പേർക്കും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് നമ്മുടെ ഗോതമ്പ് പൊടിയുടെ ദോശ. നിങ്ങൾ ദോശ റെഡിയാക്കി എടുക്കുമ്പോൾ ഇതേപോലെ 1-2 ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മൊരിഞ്ഞ ദോശ തന്നെ നമുക്ക് കിട്ടും. നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിത് കലക്കി വെച്ചിട്ട് നമ്മുടെ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് വരുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ദോശമാവ് അങ്ങ് റെഡിയായി വന്നോളും. അത്ര ടൈമേ നമുക്ക് ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ കഴിയാനായില്ലേ, നമുക്ക് ഞൊടി ഇടയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകളാട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതാ നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്രിസ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒട്ടും ഗ്രേവി ഇല്ലാത്ത നല്ല അടിപൊളി മുട്ട റോസ്റ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.